വളരെ കാലം മുമ്പ് ഒരു വനത്തിൽ ഡബ്ബു എന്നു പേരായ ഒരു ചെന്നായ വസിച്ചിരുന്നു. ഡബ്ബു ചെന്നായ കുറെ നാളുകളായി വനത്തിൽ വെള്ളം തേടുകയായിരുന്നു. വെള്ളം കിട്ടാത്തതിനാൽ അവന്റെ അവസ്ഥ വളരെയേറെ മോശമായി കഴിഞ്ഞിരുന്നു. ആർക്കറിയാം ഇനിയും എത്രത്തോളം നടക്കണമെന്ന്. ഇനിയും എനിക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഉറപ്പായും ഞാൻ ചത്തുപോകും. എന്റെ ഈശ്വര. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ ഡബ്ബു അവിടെ ഒരു കിണർ കണ്ടു. കിണർ കണ്ടതോടെ ഡബ്ബുവിന് വളരെ സന്തോഷമായി. അവൻ വളരെ ആവേശത്തോടെ ആ കിണറിനടുത്തെത്തി അതിലേക്ക് എത്തി നോക്കുന്നു. കുറെ വെള്ളത്തോടൊപ്പം ഡബ്ബു ഒരാടിനെയും കാണുന്നു. ഡബ്ബുവിന് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. ആഹാ, ഇത് കൊള്ളാം. ഇന്ന് എനിക്ക് വെള്ളത്തിന്റെ കൂടെ ഭക്ഷണവും കിട്ടി. ഡബ്ബു ഉടൻ തന്നെ കിണറ്റിലേക്ക് ചാടുന്നു. ആട് ഡബ്ബുവിനെ കണ്ടപ്പോൾ പേടിച്ചുപോയി. ചെന്നായ തന്നെ കൊന്നു തിന്നുമോ എന്ന ഭയം അവനെ അലട്ടുന്നു. ഡബ്ബു വെള്ളം കുടിക്കാൻ തുടങ്ങുന്നു. ആഹാ, എന്ത് മധുരമുള്ള വെള്ളം! തൃപ്തിയായി. ഡബ്ബുവിന് കിണറ്റിലെ വെള്ളം കുടിച്ചതോടെ വളരെ സന്തോഷമാകുന്നു. ദാഹം ശമിപ്പിച്ച ശേഷം കിണറ്റിൽ ശ്രദ്ധിച്ചു നോക്കി അവൻ സ്തബ്ധനായിപ്പോയി. എന്റെ ഈശ്വര, ഞാനിത് എന്താ ചെയ്തത്? ഞാൻ ചിന്തിച്ചതേ ഇല്ലല്ലോ ഈ കിണറ്റിൽ ചാടിയാല് പിന്നെ പുറത്തു കിടക്കുന്നത് എങ്ങനെയെന്ന്. ഡബ്ബു പുറത്തു കടക്കാനായി മേലോട്ട് ചാടുന്നു. പക്ഷേ അവന്റെ ശ്രമങ്ങളെല്ലാം വ്യർത്ഥമാകുന്നു. ക്ഷീണിച്ച് തളർന്നപ്പോൾ അവൻ പേടിച്ച് വിറച്ചു നിൽക്കുന്ന ആടിന്റെ നേരെ നോക്കുന്നു. എന്നിട്ട് ചിന്തിക്കുന്നു, ഈ ആട് എത്ര സ്വാദിഷ്ടമായിരിക്കും. ആദ്യം ഞാൻ ഇതിനെ തിന്നട്ടെ, എന്നിട്ട് ചിന്തിക്കാം കിണറ്റിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി. ഡബ്ബു ആടിന്റെ നേർക്ക് നീങ്ങുന്നു. തന്റെ ജീവൻ രക്ഷിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ആടിന് ഒരു പിടിയുമില്ലായിരുന്നു. അവൾ ചെന്നായിയോട് പറയുന്നു, ചെന്നായ ചേട്ടാ, ചേട്ടൻ എന്നെ കൊന്നു തിന്നാൻ പോവുകയാണോ? പിന്നല്ലാതെന്താ, വിഡ്ഢിത്തമായിരിക്കില്ലേ ഇത്രയും എളുപ്പത്തിൽ കിട്ടിയ ഇരയെ വിട്ടുകളയുന്നത്. അതെ, എന്റെ പക്കൽ ഈ കിണറ്റിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഉപായമുണ്ട്. നീ എന്നെ കൊന്നു കളഞ്ഞാൽ നിനക്ക് ഈ കിണറ്റിൽ നിന്ന് പുറത്തു കടക്കാനാവില്ല. രാത്രിയിൽ നീ തണുത്ത് മരവിച്ച് ചത്തുപോകും. എന്തുപായം? ഞാൻ കുറെ നേരമായിട്ട് ഈ കിണറ്റിൽ കുരുങ്ങിയിരിക്കുക. ഞാൻ വെള്ളം അന്വേഷിച്ചാ ഇവിടെ എത്തിയത്. കാരണം എനിക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ ഞാൻ ഒന്നും ആലോചിക്കാതെയാ ഈ കിണറ്റിൽ ചാടിയത്. ആ, എനിക്ക് പറ്റിയതും അതേ അബദ്ധമാ. പിന്നീട് എനിക്ക് ഈ കിണറിന്റെ ആഴം മനസ്സിലായി. ഞാൻ പുറത്തു കടക്കാൻ ശ്രമിച്ച് തളർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മറ്റേതെങ്കിലും ജീവിക്ക് മാത്രമേ എന്നെ ഈ കിണറ്റിൽ നിന്ന് രക്ഷിക്കാനാവൂ എന്ന്. നീ എൻ്റെ പുറത്ത് കയറിയിട്ട് മേലോട്ട് ചാടിയാൽ ചിലപ്പോൾ പുറത്ത് കടക്കാനൊക്കും. പുറത്ത് കടന്നിട്ട് ഒരു കയറിട്ട് തന്നാൽ മതി. അതല്ലെങ്കിൽ നീ എന്നെ കൊന്നു തിന്നോളൂ. പിന്നെ നീയും എന്നെ പോലെ വേറൊരു മൃഗത്തെ കാത്തിരിക്കേണ്ടി വരും. അഥവാ നിന്നെ സഹായിക്കാനായി ആരും വന്നില്ലെങ്കിൽ ഇവിടെ കിടന്ന് തന്നെ ചാവും. ഡബ്ബു ആട് പറഞ്ഞത് കേട്ട് ആലോചിക്കുന്നു. ഈ ആട് പറയുന്നത് ശരിയാണല്ലോ. ഞാൻ ഇതിനെ കൊന്നു തിന്നാല് പിന്നെ എങ്ങനെ ഈ കിണറ്റിൽ നിന്ന് പുറത്തു കിടക്കും? അതുമല്ല, ഇവനെ ഇരയാക്കുന്നത് കിണറ്റിന്റെ പുറത്ത് കിടന്നിട്ടും ആവാമല്ലോ. ചെന്നായി ആടിനോട് പറയുന്നു, നീ പറഞ്ഞത് ശരിയാണ്. നമ്മൾ രണ്ടുപേരും അന്യോന്യം സഹായിക്കുകയാണ് വേണ്ടത്. ആട് തന്റെ കാലുകൾ കിണറിന്റെ ഭിത്തിയിൽ ഉറപ്പിച്ച് തല കുനിച്ചു പിടിക്കുന്നു. ഡബ്ബു സർവശക്തിയും എടുത്ത് മേലോട്ട് ചാടി കിണറിന് വെളിയിലെത്തുന്നു. കിണറിൽ നിന്ന് പുറത്തിറങ്ങിയ ഡബ്ബു ആടിനു വേണ്ടി കയറിന്റെ ഏർപ്പാട് ചെയ്ത് കിണറ്റിൽ കയറെറിഞ്ഞ് ആടിനെയും പുറത്തിറക്കുന്നു. ഡബ്ബു തന്റെ വിശപ്പടക്കാനായി ആടിന്റെ നേർക്ക് നീങ്ങുമ്പോൾ ആട് പറയുന്നു, വളരെ വളരെ നന്ദി ചെന്നായി ചേട്ടാ. ചേട്ടൻ എന്നെ കൊല്ലുന്നതിന് പകരം സഹായിക്കുകയാണ് ചെയ്തത്. ചേട്ടൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ എന്നെ കൊന്നു തിന്നാമായിരുന്നു. പക്ഷേ ചേട്ടൻ അങ്ങനെ ചെയ്തില്ല. ഞാൻ ചേട്ടന്റെ ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. ആടിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഡബ്ബുവിന് അത് വളരെ ഇഷ്ടപ്പെട്ടു. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണെങ്കിലും അറിഞ്ഞോ അറിയാതെയോ അവൾ ചെയ്തത് ശരിയായ കാര്യമാണ്. അവൻ ആടിനോട് പറയുന്നു,
നന്ദി നിന്നോട് ഞാനാണ് പറയേണ്ടത്. നീ എന്നോട് കിണറ്റിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള മാർഗം പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും പുറത്തു കിടക്കാൻ പറ്റുമായിരുന്നില്ല. ഇനി നിന്നെ കൊന്നു തിന്നുന്ന കാര്യം അതെനിക്ക് ഇപ്പോഴും ചെയ്യാവുന്നതേ ഉള്ളൂ. എന്റെ മനസ്സ് മാറുന്നതിനും നിന്നെ കൊല്ലാൻ ബിഷപ്പ് എന്നെ നിർബന്ധിതനാക്കുന്നതിനു മുമ്പ് നീ ഇവിടെ നിന്ന് വേഗം പോയിക്കോളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഡബ്ബു ഇരയെ തേടി വനത്തിൽ മുന്നോട്ടു പോകുന്നു. ആട് വേറെ ദിശയിലൂടെയും പോകുന്നു. അപ്പോൾ കുട്ടികളെ, ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം ഇതാണ്: ദുരന്തത്തിന്റെ സമയത്ത് നാം ശത്രുക്കളെയും മിത്രങ്ങളാക്കണം. മാത്രമല്ല, എപ്പോഴും കാര്യവിവരത്തോടെ പ്രവർത്തിക്കണം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.